ഹരി ഓം തത്സത്. എല്ലാവർക്കും നമസ്കാരം. 2025 ജനുവരിയിലെ മകരസംക്രാന്തി മുതൽ ശിവരാത്രി വരെ നീണ്ടു നിൽക്കുന്ന 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ തുടങ്ങുകയാണ്. കുംഭമേളയെക്കുറിച്ച് ഭൂരിഭാഗം ജനങ്ങൾക്കും കാര്യമായിട്ടുള്ള അറിവ് ഇല്ലാത്തതിനാൽ കുംഭമേളയുടെ പ്രാധാന്യവും ഐതിഹ്യവും നമുക്ക് പരിശോധിക്കാം. ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ കശ്യപ മുനിയുടെ 2 ഭാര്യമാരായിരുന്നു സഹോദരികളായ കദ്രുവും വിനതയും. കശ്യപ മുനിയുടെ അനുഗ്രഹത്താൽ സുന്ദരിയാണെങ്കിലും ദുർബുദ്ധിയായ കദ്രുവിന് 1000 നാഗങ്ങൾ മക്കളായി ലഭിച്ചു. വിനത ശ്രേഷ്ഠന്മാരായ 2 പുത്രന്മാരെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് നിഷ്ഠയോടെ ജീവിച്ചു. പാലാഴി മദനം കഴിഞ്ഞ സമയമായതുകൊണ്ട് സമുദ്രത്തിൽ നിന്നും ഉത്ഭവിച്ച ഉച്ചൈസ്രവസ് എന്ന കുതിരയെ കാണുവാൻ 2 പേരും ആഗ്രഹിച്ചു. കുതിരയുടെ നിറം വെള്ളയാണെന്ന് വിനതയും, അങ്ങനെയല്ല കുതിരയുടെ വാല് കറുപ്പാണെന്ന് ഖദ്രുവും വാദിച്ചു. വാദത്തിൽ തോൽക്കുന്നയാൾ മറ്റേയാളുടെ ദാസിയാവണമെന്നും തീരുമാനമായി. ദുർബുദ്ധിയായ ഖദ്രു വാദത്തിൽ ജയിക്കുവാൻ തൻ്റെ മക്കളായ നാഗങ്ങളോട് കുതിരയുടെ വാലിൽ തൂങ്ങിക്കിടക്കുവാൻ കൽപ്പിച്ചു. തെറ്റായ കാര്യം ചെയ്യാൻ താല്പര്യമില്ലാതിരുന്ന നാഗങ്ങളെ ഖദ്രു ജനമേജയം നടത്തുന്ന സർപ്പയജ്ഞത്തിൽ വെന്തുമരിക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു. ശാപം ഭയന്ന നാഗങ്ങൾ കുതിരയുടെ വാലിൽ കടിച്ചു തൂങ്ങിക്കിടന്നു. സമുദ്രത്തിൻ്റെ അകലെയുള്ള തീരത്ത് ഉച്ചൈസ്രവസിനെ കാണാൻ ഖദ്രുവും വിനതയും പോയപ്പോൾ വെളുത്ത കുതിരയുടെ വാൽ കറുപ്പ് നിറത്തിൽ കാണപ്പെട്ടു. വാദത്തിൽ തോറ്റ വിനത അന്നു മുതൽ ഖദ്രുവിൻ്റെയും നാഗങ്ങളുടെയും ദാസിയായി തീർന്നു. കുറച്ചു കാലം കഴിഞ്ഞ് വിനതയ്ക്ക് കശ്യപ മുനിയുടെ അനുഗ്രഹത്താൽ അരുണനെന്നും ഗരുഡനെന്നും പേരുള്ള 2 പുത്രന്മാർ ജനിച്ചു. അതിൽ ഗരുഡൻ 3 ലോകങ്ങളെയും ജയിക്കാൻ പ്രാപ്തിയുള്ള മഹാ തേജസ്വിയായ പുത്രനായിരുന്നു. ഖദ്രുവിൻ്റെയും നാഗങ്ങളുടെയും ദാസ്യത്തിൽ നിന്ന് മോചനം നേടുവാൻ എന്താണ് വേണ്ടതെന്ന് ഗരുഡൻ നാഗങ്ങളോട് ചോദിച്ചപ്പോൾ നാഗങ്ങൾ ഗരുഡനോട് ദേവലോകത്ത് നിന്ന് അമൃത് കൊണ്ടുവന്ന് തങ്ങൾക്ക് നൽകുവാൻ ആവശ്യപ്പെട്ടു. ഗരുഡൻ തൻ്റെ പക്ഷി സ്വരൂപത്തെ ഭീമാകാരമായി വലുതാക്കി ദേവലോകത്ത് ചെന്ന് അതിഭയങ്കരമായ യുദ്ധം നടത്തി അമൃതകുംഭം കൈക്കലാക്കി നാഗങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത് തൻ്റെ അമ്മയായ വിനതയെ ദാസ്യത്തിൽ നിന്നും മോചിതയാക്കി. അമൃത് കഴിക്കുന്നതിന് മുമ്പ് ഗംഗയിൽ പോയി കുളിച്ചു വരുവാൻ ഗരുഡൻ നാഗങ്ങളോട് ആവശ്യപ്പെട്ടു. നാഗങ്ങൾ ഗംഗയിൽ കുളിക്കാൻ പോയ തക്കം നോക്കി ഇന്ദ്രൻ അമൃതകുംഭം കൈക്കലാക്കി തിരികെ ദേവലോകത്തേക്ക് കൊണ്ടുപോയി. കുളി കഴിഞ്ഞു വന്ന നാഗങ്ങൾ ദർഭപ്പുല്ലിരുന്ന അമൃതകുംഭം കാണാതെ നിരാശരായി ആർത്തിയോടെ ദർഭപ്പുല്ലിൽ നക്കി. മൂർച്ചേറിയ ദർഭ മുന കൊണ്ട് നാഗങ്ങളുടെ നാവ് 2 പിളർന്നു. അന്നു മുതലാണ് നാഗങ്ങൾക്ക് 2 നാവ് ഉണ്ടായത് എന്നാണ് ഐതിഹ്യം. ഗരുഡൻ്റെ വീരപരാക്രമം കണ്ട് സന്തുഷ്ടനായ മഹാവിഷ്ണു തൻ്റെ വാഹനമായി ഗരുഡനെ സ്വീകരിച്ച് അമരത്വം നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ ദേവലോകത്തു നിന്ന് അമൃത് കൈക്കലാക്കി ഗരുഡൻ ഭൂമിയിലേക്ക് വരുമ്പോൾ അമൃതകുംഭം തുളുമ്പി അമൃത് ഭൂമിയിലെ 4 സ്ഥലങ്ങളിൽ പതിച്ചു. ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിൻ എന്നീ സ്ഥലങ്ങളിലെ നദികളിലാണ് അമൃത് വീണത്. അമൃത് വീണ സ്ഥലങ്ങളിൽ സ്നാനം ചെയ്താൽ പാപങ്ങൾ നീങ്ങി അമരത്വം നേടുമെന്ന് ഈശ്വര കൽപ്പനയുണ്ടായി. അന്നു മുതൽ 12 വർഷം കൂടുമ്പോൾ ആസ്ട്രോളജിക്കലി വ്യാഴവും സൂര്യനും ചന്ദ്രനും ഉത്തമരാശിയിൽ ഉത്തമ മുഹൂർത്തത്തിൽ വരുന്ന സമയങ്ങളിലാണ് കുംഭമേള സ്നാനം തുടങ്ങുന്നത്.
കർഷകർ മുതൽ പ്രധാനമന്ത്രി വരെയുള്ള ഭാരതീയരും വിദേശികളുമടക്കം കോടിക്കണക്കിന് ജനങ്ങൾ പുണ്യസ്നാനം ചെയ്യുന്ന, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്ന ഭാരതത്തിലെ ആത്മീയ ഉത്സവമാണ് കുംഭമേള. ഗംഗയുടെ ധർമ്മം നിങ്ങളാരായാലും ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഗംഗയുടെയും ഹിമാലയത്തിൻ്റെയും ആത്മീയ ചൈതന്യമുള്ള വേറൊരു സ്ഥലം ഭൂമിയിൽ എവിടെയും കാണുകയില്ല. കാലാകാലങ്ങളിൽ ഗംഗയുടെയും ഹിമാലയത്തിൻ്റെയും താഴ്വരകളിൽ നിന്ന് താപസന്മാരും സന്യാസിമാരും ഗുരുക്കന്മാരും ലോകത്തെ ഉദ്ധരിക്കുവാൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ലോകത്തെ മറ്റ് നദീതീരങ്ങളിൽ ഈ മഹാത്ഭുതം നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. ഭാരതത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഗംഗാതീരത്തെ ആത്മീയ സംസ്കാരം. ഹിമാലയത്തിലെ ഗുഹകളിൽ ഏകാന്തവാസം ചെയ്ത് തപസ് ചെയ്യുന്ന 500ഉം 1000ഉം വയസ്സ് പ്രായമുള്ള മഹായോഗികൾ, മുനികൾ, അഘോരികൾ, നാഗസന്യാസിമാർ, അവധൂതന്മാർ എന്നിങ്ങനെയുള്ള ഭാരതത്തിലെ പുണ്യ പുരുഷന്മാരെ കാണുവാനും അനുഗ്രഹം നേടുവാനുമുള്ള സുവർണ അവസരമാണ് കുംഭമേളകൾ. ക്രിയായോഗയുടെ പരമാചാര്യനായ മഹാവതാർ ബാബാജി കുംഭമേളകളിലാണ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. എല്ലാ പൂർണ്ണ കുംഭമേളകളും അർദ്ധ കുംഭമേളകളും പങ്കെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച എനിക്ക് കുംഭമേളയിലെ സ്നാനത്തിൻ്റെ പുണ്യം കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും കാശി വിശ്വനാഥൻ്റെയും ലാഹിരി മാഷിൻ്റെയും ദർശനവും ക്രിയായോഗയിൽ തന്നെ നിലവിൽ ആർക്കും അറിയാത്ത യോഗവിദ്യ ഉപദേശം നൽകിയതും നന്ദിയോടെ ഈ സമയത്ത് ഞാൻ സ്മരിക്കുന്നു. കുംഭമേള പുണ്യദിനങ്ങളിൽ ഗംഗയിലും ഗംഗയുടെ തീരത്തും ക്രിയായോഗയിലൂടെയുള്ള ജപധ്യാനങ്ങൾ ചെയ്യുന്നത് സിദ്ധിദായകമാണ്. പ്രയാഗ്രാജിലെ ഗംഗ, യമുന, സരസ്വതി, ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്ത് പാപം കളഞ്ഞ് ശുദ്ധമാകുന്നത് പോലെ അവനവൻ്റെ ഉള്ളിലെ ഇട, പിങ്കള, സുഷുമ്ന നാഡികളുടെ ത്രിവേണി സംഗമമായ സഹസ്രാരത്തിൽ നിന്നും ക്രിയായോഗ ധ്യാനത്തിലൂടെ ഒഴുകിവരുന്ന ആനന്ദ അമൃത ഗംഗ സ്നാനത്തിലൂടെ യഥാർത്ഥ പരിശുദ്ധിയും അമരത്വവും നേടുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും പരമമായ ധർമ്മം. എല്ലാവർക്കും കുംഭമേളയിൽ പങ്കെടുത്ത് സ്നാനം ചെയ്യുവാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ക്രിയായോഗയെക്കുറിച്ച് അറിയുവാൻ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.